3 വാക്കുകൾ പറഞ്ഞ് തുടങ്ങാം. ഉറവ, അരുവി, താഴ്വര. ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എഴുതിയെടുക്കാനും മറ്റൊന്നുമില്ല. ഉറവ, അരുവി, താഴ്വര. ഉറവ എന്നത് സ്രോതസ്സാണ്, ദ സോഴ്സ് ഓഫ് ദി സ്പ്രിങ്. അരുവി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ആ സ്രോതസ്സിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ഒഴുക്ക്, ഇങ്ങനെ അരുവി, കുഞ്ഞരുവി ഒഴുകുന്ന പോലെ, ദ ഫ്ലോ. താഴ്വര എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഉറവ ഒരരുവിയായി ഒഴുകി എത്തുന്ന ഇടം, ദ ടാർജറ്റ്. അപ്പോൾ ദ സോഴ്സ്, ദ ഫ്ലോ ആൻഡ് ദ ടാർജറ്റ്. സ്രോതസ്, ഒഴുക്ക്, ലക്ഷ്യം. ഉറവ, അരുവി, താഴ്വര. ആദിമ ക്രിസ്തു സഭ ഒരു ജൂവിഷ് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് തുടങ്ങിയതെന്ന് നമുക്കറിയാം. യേശുക്രിസ്തു ഒരു ക്രിസ്ത്യാനി ആയിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല. ഹി വാസ് എ ജ്യൂ. ഒരു യഹൂദ ആയി വളർന്ന് യഹൂദ മതത്തിൽ പുതിയ നിയമവുമായി വന്ന ഒരു പരിഷ്കർത്താവായിരുന്നു. അങ്ങനെയാണ് കർത്താവ് ആരംഭിച്ചതിൻ്റെ ശുശ്രൂഷ. സോ ഹീ വാസ് നോട്ട് എ ക്രിസ്ത്യൻ, ഹീ വാസ് എ ജ്യൂ. ജൂവിഷ് കമ്മ്യൂണിറ്റികളുടെ ആരാധനാ അനുഭവത്തിലാണ് കർത്താവ് ആരാധിച്ചു വളർന്നത്. സിനഗോഗുകളിൽ അവരുടെ ആരാധനാ രീതികളെല്ലാം തന്നെ കോർപ്പറേറ്റ് വർഷിപ്പ്. അതിൽ അവർ വായിക്കുന്ന ആവർത്തന പുസ്തകത്തിൽ നിന്നുള്ള ക്ഷേമ എന്ന് പറയുന്ന, ഞങ്ങളുടെ പിതാവ് ദേശാന്തരിയായ ഒരു അരാമ്യനായിരുന്നു, ഞങ്ങളെ ഇങ്ങനെ, 26 അധ്യായം അങ്ങനെയൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംഘ ആരാധനയുടെ പശ്ചാത്തലത്തിലാണ് കർത്താവ് തൻ്റെ ശുശ്രൂഷയുടെ നിയോഗം തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ക്രിസ്ത്യൻ ചർച്ച് ഓൾവേസ് എ കമ്മ്യൂണിറ്റി ബേസ്ഡ് എക്സ്പീരിയൻസ് ആണ്. ഒരു സംഘബോധത്തിൻ്റെ, അത് ആരാധനയിലായാലും സാക്ഷ്യത്തിലായാലും സംഗീതത്തിലായാലും ഈ സംഘ ആത്മകത, കോർപ്പറേറ്റ് വർഷിപ്പ്, കോർപ്പറേറ്റ് മ്യൂസിക്, കോർപ്പറേറ്റ് സിംഗിങ്, ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യൻ മ്യൂസിക് മസ്റ്റ് ഓൾവേസ് ബി ഫോക്കസിങ് ഓൺ കോർപ്പറേറ്റ് സിംഗിങ് എന്ന് വിശ്വസിക്കണം നമ്മൾ. എന്നാൽ സംഗീതത്തിന് പല ശാഖകളുണ്ട് നമുക്കറിയാം. അതിൽ സംഘഗാനങ്ങൾ മാത്രമല്ല, യുഗ്മഗാനങ്ങളുണ്ട്, സോളോ ഉണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി ഇത് ഒരു കോർപ്പറേറ്റ് സിംഗിങ്ങിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് ക്രിസ്തീയ ഗാനങ്ങളെ നാം മനസ്സിലാക്കേണ്ടത്. ഓരോ ഗാനവും ഓരോ ശില്പമാണ് എന്ന് നമുക്കറിയാം. ഓരോ ഗാനത്തിനും ഓരോ കഥ പറയാനുണ്ട് നമ്മളോട്. അത് സാറ് പറഞ്ഞു, എവ്രി സോങ് ഹാസ് ഗോട്ട് എ സ്റ്റോറി. ഈ ശില്പം 7 സ്വരങ്ങൾ ചേർത്ത് വച്ച് അനന്ത വൈവിധ്യം സൃഷ്ടിക്കുന്ന ഒരു ശില്പമാണ് ഓരോ പാട്ടും. ഈ ശില്പം ഉണ്ടാക്കുന്നതിന് ആ ശില്പിക്ക് ഒരു ശീലം മാത്രം പോരാ. ഇപ്പോൾ ഒരു ശില്പിയും പറയാറില്ല, ഈ ശില്പം ഉണ്ടാക്കുന്ന എൻ്റെ ഒരു ശീലമായിപ്പോയി, അതുകൊണ്ട് ഞാനതങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ശീലം കൊണ്ട് മാത്രം സാധിക്കത്തില്ല. അതിന് സാധന വേണം, അതിന് വൈഭവം വേണം, അതിന് സമർപ്പണം വേണം. എല്ലാത്തിലുപരി അതൊരു വിധേയപ്പെടലാണ്. പ്രപഞ്ച സൃഷ്ടിതാവിൻ്റെ മുൻപിലുള്ളൊരു വിധേയപ്പെടലിൽ മാത്രമേ സർഗസൃഷ്ടികളുണ്ടാവുള്ളൂ. അത് തന്നെയാണ് ബേബി ജോൺ കലയന്താനി നമ്മുടെ മുൻപിൽ ഇപ്പോൾ പറഞ്ഞു വച്ചത്. ഓരോ ഗാനവും ഓരോ ശില്പമാവുന്നത് എപ്പോഴാണ്? പ്രപഞ്ചശില്പിയുടെ മുൻപിൽ നാം വിധേയപ്പെടുകയും സമർപ്പണത്തോടെ ആ ശില്പ നിർമ്മിതിയിലേക്ക് പങ്കുചേരുകയും ചെയ്യുമ്പോൾ അതിലൂടെ, അതുകൊണ്ട് അതിന് വൈഭവം മാത്രം പോരാ, സാധന മാത്രം പോരാ, ശീലം മാത്രം പോരാ, മറിച്ച് സമർപ്പണം, വിധേയപ്പെടൽ ഉണ്ടാവണം. അങ്ങനെയുള്ള പാട്ടുകൾ തീർച്ചയായും കോർപ്പറേറ്റ് സിംഗിങ്ങിൻ്റെ എക്സ്പീരിയൻസിലൂടെ അനേകരുടെ ഹൃദയാന്തർഭാഗങ്ങളിലേക്ക് പ്രവേശിക്കും. നമ്മൾ ആദ്യം പറഞ്ഞ വാക്കുകൾ ഞാൻ നിങ്ങളെ ഒന്ന് ഒരുമിച്ച് നിർത്താൻ വേണ്ടി പറഞ്ഞതാണ്. ഉറവ, അരുവി, താഴ്വര. നമ്മളതിന് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന പാട്ടുകളെക്കുറിച്ച് പറയുമ്പം സാഹിത്യം, സംഗീതം, സന്ദേശം എന്ന് പറയാം. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ തന്നെയാണ്. എവ്രി സോങ്,
ആ പാട്ടിൻ്റെ ഒരു 3 ഘടകങ്ങളെയാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ ടെക്സ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ സാഹിത്യം, 2 അതിൻ്റെ സംഗീതം, അതിൻ്റെ ട്യൂൺ, 3 അത് പങ്കുവയ്ക്കുന്ന സന്ദേശം, ദ മെസ്സേജ് ഓർ ദ സ്പിരിറ്റ് ഓഫ് ദി സോങ്. എല്ലാ പാട്ടുകൾക്കും ഓരോ കഥയുണ്ട് പറയാൻ എന്ന് പറഞ്ഞതുപോലെ എവ്രി സോങ് ഹാസ് ഗോട്ട് എ സ്പിരിറ്റ്. ഈ നമ്മൾ എനിക്ക് പ്രിയപ്പെട്ട ഒരു പ്രയോഗമാണ്, ഞാനത് പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം എന്ന് പറഞ്ഞതുപോലെ ഒരു പാട്ടിൻ്റെ ആത്മാവിനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്ത് പ്രയോജനം? ആ പാട്ടിൻ്റെ ടെക്സ്റ്റ്, അതിൻ്റെ സാഹിത്യം, അതിൻ്റെ ട്യൂണ്, അതിൻ്റെ സംഗീതം, ഇത് രണ്ടും ആയാൽ പാട്ടായി ഇല്ലേ? നമുക്കിപ്പോൾ ഒരു വരി എഴുതി കിട്ടി, അതിനൊരു സംഗീതവും സെറ്റ് ചെയ്തു, അതിനൊരു മീറ്ററുണ്ട്, ഒരു റിഥമുണ്ട്, അതിനൊരു ടെമ്പോയും സെറ്റ് ചെയ്താൽ യു ക്യാൻ സിങ് ദ സോങ്. ഇന്ന് നിർഭാഗ്യവശാൽ ഒത്തിരി പാട്ടുകൾ അവിടം കൊണ്ട് അവസാനിക്കുകയാണ്. അതിൻ്റെ 3-ാമത്തെ ഘടകമായ ദ സ്പിരിറ്റ് ഓഫ് ദി സോങ്, ആ പാട്ടിൻ്റെ ആത്മാവിനെ, ഈ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു നറേഷൻ ഉണ്ടല്ലോ. ഫിലിപ്പോസിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ ഗസ്സയുടെ നിർജ്ജന പ്രദേശത്തിൽ മരുഭൂമിയിലേക്ക് ചെല്ല്, അവിടെ യുനോ ദി സ്റ്റോറി അല്ലേ? അപ്പോൾ ഒരു തേരിൽ യാത്ര ചെയ്യുന്ന ഒരു എത്യോപ്യൻ ട്രഷറി ഒഫീഷ്യൽസ്, അയാൾ യെരുശലേമിലെ പെരുന്നാളിന് പോയിട്ട് മടങ്ങിപ്പോവുകയാണ്. എത്യോപ്യയിലെ കുന്തക്ക എന്ന രാജ്ഞിയുടെ ഭണ്ഡാര വിചാരകൻ എന്നാണ് അവിടെ വായിക്കുന്നത്. ദ ട്രഷറി ഒഫീഷ്യൽ ഓഫ് എൻ എത്യോപ്യൻ ക്വീൻ റിട്ടേണിംഗ് ഫ്രം ദി ജെറൂസലേം ആഫ്റ്റർ ദി ഫീസ്റ്റ് ഓഫ് ദി പാസോവർ. അപ്പോൾ അദ്ദേഹം അകത്തിരുന്ന് യെശയ്യാ പ്രവചനം വായിക്കുകയാണ് പുസ്തകച്ചിലുള്ള. ഫിലിപ്പോസ് ഈ തേരിനോട് ചേർന്ന് നടന്നു. എന്നിട്ട് അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു. എന്താണ്? എവിടെ പോവാണ്? നീ വായിക്കുന്നത് നീ ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ റീഡിങ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ, ഒരാൾ പൊരുൾ തിരിച്ചു തരാനില്ലാതെ എങ്ങനെ ഞാൻ മനസ്സിലാകും? അപ്പോൾ ഷലായി അപ്പോൾ പറഞ്ഞു, വന്ന് കയറി. അങ്ങനെ അദ്ദേഹം തേരിനുള്ളിൽ കയറിയിരുന്ന് ഇത് മെസ്സിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ് എന്ന് വ്യാഖ്യാനിച്ചു കൊടുത്തു. അതിൻ്റെ ബാക്കി നമുക്കറിയാം. ആ എത്യോപ്യ ഷണ്ണൻ അപ്പോൾ തന്നെ പറഞ്ഞു, എനിക്ക് സ്നാനം നൽകുന്നതിൽ എന്ത് തടസ്സം? അങ്ങനെ വെള്ളമുള്ള സ്ഥലത്തെത്തിയപ്പോൾ ഹി വാസ് ബാപ്റ്റൈസ്ഡ് ക്രിസ്ത്യൻ. പിന്നീട് ഈ എത്യോപ്യൻ മേഖലയിൽ നിന്ന് ഉണ്ടായ ഒരു വലിയ ക്രിസ്തീയ മുന്നേറ്റത്തിന് ഈ മനുഷ്യൻ ഒരു പക്ഷേ മുഖാന്തരമായിട്ടുണ്ടാവും. ഞാൻ പറയാൻ വരുന്ന അതല്ല. ദ ക്വസ്റ്റ്യൻ, ഫിലിപ്പോസ് ചോദിച്ച ചോദ്യം, നീ വായിക്കുന്നത് നീ ഗ്രഹിക്കുന്നുവോ എന്ന്. ഈ ചോദ്യം ഓരോ പാട്ടും നമുക്ക് തരുമ്പോൾ കർത്താവ് നമ്മോടും ചോദിക്കുന്നുണ്ട്. നീ പാടുന്നത് നീ ഗ്രഹിക്കുന്നുവോ? നീ എഴുതുന്നത് നീ ഗ്രഹിക്കുന്നുവോ? നീ കമ്പോസ് ചെയ്യുന്നത് നീ ഗ്രഹിക്കുന്നുവോ? ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ സിംഗിങ്? ആ പാട്ടിൻ്റെ ആത്മാവ്, ആ പാട്ടിൻ്റെ സ്പിരിറ്റ്. സാഹിത്യം, അതിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്, ഒരു സംശയമില്ല. ഇവിടെ ഗാനരചയിതാക്കളുണ്ട്, അവരായിരിക്കും ഒരു പക്ഷേ കൂടുതൽ. സംഗീതം പകരുന്ന മ്യൂസിക് കമ്പോസേഴ്സുണ്ട്. ഡോക്ടർ എബ്രഹാം ജോഷുവെ പോലെ അതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളവരുണ്ട്. ബാക്കിയുള്ളവരൊക്കെ എഴുതുകയും സംഗീതം പകരുകയും ചെയ്യുന്ന, ഒരു പക്ഷേ ഒരുമിച്ച് ഒക്കെ ചെയ്യുന്ന. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു കവിത കിട്ടിയാൽ അത് മ്യൂസിക് സെറ്റ് ചെയ്യാൻ അറിയത്തില്ല. ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ 1-2 എല്ലാം ചെയ്തിട്ടുണ്ടാകും ഇത്രയും വർഷങ്ങൾക്കിടയ്ക്ക്. എനിക്ക് അതിനുള്ള കഴിവില്ല. എന്നാൽ എൻ്റെ പാട്ടുകളൊക്കെ ദൈവം എനിക്ക് അതിൻ്റെ ട്യൂണോട് ചേർത്താണ് തരുന്നത്. അതങ്ങ് നമ്മളങ്ങ് പാടുവാണ് ഓരോ ലൈനും, അതേ അറിയത്തുള്ളൂ. എന്നാൽ ഇവിടെ ഇപ്പോൾ രചയിതാക്കളുണ്ട്, സംഗീത സംവിധായകരുണ്ട്. അപ്പോൾ ആദ്യം നമ്മളതിൻ്റെ ടെക്സ്റ്റ്, ലിറിക്സ്, അതിൻ്റെ സാഹിത്യം, ദ സ്രോതസ്, ദ സോഴ്സ്, അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. ഭക്തിയാണ് ഭക്തിഗാനത്തിൻ്റെ ഭാഷ, ഒരു സംശയമില്ല അല്ലേ? ഭക്തി, അതാണ് ഭക്തിഗാനത്തിൻ്റെ ഭാഷ. അങ്ങനെയാണെങ്കിൽ ഒരു ഭക്തഹൃദയത്തിൽ നിന്ന് മാത്രമേ ജീവനുള്ള ഒരു ഭക്തിഗാനം ഉടലെടുക്കുകയുള്ളൂ. കാരണം അതിൻ്റെ ഭാഷ ഭക്തിയാണ്. ഒരു ഭക്തഹൃദയം. അവിടെ നാം നിലനിർത്തുന്ന ഒരു ദൈവാനുഭവം, നാം നിലനിർത്തുന്ന ഒരു ഗോഡ് എക്സ്പീരിയൻസ്, അതിലൂടെ നാം ദൈവത്തോട് നിലനിർത്തുന്ന ഒരു ആത്മബന്ധം, ഹൃദയബന്ധം, ഉറപ്പായിട്ടും നമ്മുടെ സാഹിത്യത്തിൻ്റെ സ്രോതസ്സ് അവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത്.
ഈ നല്ല പാട്ട് എഴുതണമെങ്കിൽ ഞാൻ ഒരിടത്ത് വായിച്ചു തോർക്കുന്നു, പദങ്ങളിൽ സമ്പന്നരായിരിക്കുക, അത് ഉപയോഗിക്കുന്നതിൽ ലുബ്ധരായിരിക്കുക എന്ന് വായിച്ചു തോർക്കുന്നു. പദസമ്പത്ത്, പദങ്ങൾ, വേർഡ്സ്, പദങ്ങളിൽ സമ്പന്നരായിരിക്കണം, പക്ഷേ അവ ഉപയോഗിക്കുന്നതിൽ ലുബ്ധരായിരിക്കണം. കുറച്ച് വാക്കുകൾ കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക. രണ്ട് വരി കൊണ്ട് ഒരു മഹാകാവ്യം എഴുതാൻ പറ്റും, അത്തരത്തിൽ അതിനെ സമീപിക്കുകയാണെങ്കിൽ. ഒരു ഗാനരചയിതാവ്, ക്രിസ്തീയ ഗാനരചയിതാവ് ഒരു കവിയായിരിക്കണം, സംശയമില്ല. നമ്മൾ പക്ഷേ കവി എന്നും ഗാനരചയിതാവെന്നും രണ്ടായി പറയാനും പരാമർശിക്കാനുമൊക്കെ ശ്രമിക്കാറുണ്ടെങ്കിലും അങ്ങനെയൊന്നില്ല എന്നാണ് എൻ്റെ വിചാരം. ഓരോ ഗാനരചയിതാക്കളും കവിയാവണം, കവികളാണ്. ഈ വൃത്തം എന്ന് പറയുന്നത് കവിതയ്ക്ക് മാത്രമല്ല, ഓരോ പാട്ടിനുമുണ്ട് അല്ലേ? ആ ഒരു പാട്ടിൻ്റെ ഒരു മീറ്റർ, ആ മീറ്റർ കൃത്യമല്ലെങ്കിൽ അതിലെ ആ സംഗീതം അതുപോലെ അതിലോട്ട് സന്നിവേശിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പദസമ്പത്ത് അതൊരു വലിയ അനുഗ്രഹമാണ്, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നല്ല ഇമേജറീസ് ഉപയോഗിക്കാൻ കഴിയുക, അതും ഈ സാഹിത്യം ഹൃദ്യമാക്കുന്നതിന് സഹായിക്കും. പാട്ടിൻ്റെ സാഹിത്യം, നല്ല ഇമേജറീസ്, ബിംബകൽപ്പനകൾ. ഈ പഴയ പാട്ടുകളൊക്കെ നോക്കിയാൽ നമുക്കറിയാം, ഈ ബിംബങ്ങളെ, ഈ ഇമേജറീസ് പല കാറ്റഗറിയിലുണ്ട്. ബിബ്ലിക്കൽ ഇമേജറീസാണ് കൂടുതലും പഴയ പാട്ടിലൊക്കെ വന്നിട്ടുണ്ട്. പിളർന്നൊരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ പറയുമ്പോഴത്തേക്ക് പുറപ്പാട് പുസ്തകത്തിലെ ഇസ്രായേൽ ജനതയുടെ ഒരു യാത്രയും പാറയെ പിളർന്ന് അവർക്ക് ദാഹജലം നൽകിയ ദൈവത്തിൻ്റെ കരുതലും, ആ പാറയായി കർത്താവിനെ കണ്ടിട്ട് പിളർന്നൊരു പാറയെ നിന്നിൽ ഞാൻ എന്തോ ഒരു വലിയ ഇമേജറിയാണത്. ദൈവ ആട്ടിൻകുട്ടി, അപ്പോൾ കുഞ്ഞാട് എന്ന് പറയുന്ന യെശയ്യാ പ്രവചനത്തിൽ നിന്നുള്ള മിശിഹാ സങ്കല്പം, ദേവദാരു പൂത്തുലയും എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ കണ്ടംപററി സോങ്സ് ഉണ്ട്. ഗിലെയാദിലെ സുഗന്ധ തൈലം, സിയോൻ, സയൺ എന്ന് പറയുന്ന ഒരു ജോഗ്രാഫിക്കൽ ലൊക്കേഷനെ സിയോൻ എന്ന നിലയിലേക്ക് ഒരു ബിബ്ലിക്കൽ ഇമേജ്, അത് ബിബ്ലിക്കൽ ഇമേജറീസ്. ഇതല്ലാതെ നേച്ചറുമായി ബന്ധപ്പെട്ട്, പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഇമേജറീസും പഴയ പാട്ടുകളിൽ ഒത്തിരി ഉപയോഗിച്ചു. അനുഗ്രഹക്കടലേ എഴുന്നള്ളി, അനുഗ്രഹത്തിൻ്റെ കടൽ, കൃപാസാഗരം എന്നൊക്കെ നമ്മൾ എഴുതുമ്പോൾ അങ്ങനെയുള്ള ഇമേജറീസ് നമ്മുടെ മനസ്സിൻ്റെ, ഉപബോധ മനസ്സിൻ്റെ കലവറയിൽ നിറഞ്ഞിരിക്കണം. കരുണാവാരിധി, അതും അനുഗ്രഹക്കടൽ സെയിം തന്നെയാണ്. എന്നാത്മാവിനാദിത്യനെ, അപ്പോൾ ഉദയസൂര്യൻ, അത് എൻ്റെ ആത്മാവിൻ്റെ ഉദയസൂര്യൻ, ആദിത്യൻ എന്ന്. നേച്ചർ, അപ്പോൾ ബിബ്ലിക്കൽ നേച്ചർ. പിന്നെ റിലേഷണലായിട്ടുള്ള ഈ ബന്ധങ്ങളുടെ ആഘോഷമായ ഇമേജറീസും ഉണ്ടെന്ന് എൻ്റെ വിചാരം. ഒരു പ്രണയിനി തൻ്റെ പ്രണയിതാവിനെ കാത്തിരിക്കുന്ന, സാറ് പറഞ്ഞു പ്രണയഗാനങ്ങൾ, ഓഫ് കോഴ്സ്, പക്ഷേ നല്ല പ്രണയഗാനങ്ങളുണ്ട് ക്രൈസ്തവ ഭക്തിഗാന ശാഖയിൽ. താമസമെന്തോ വന്നിടാൻ യേശു. അപ്പോൾ യേശു കർത്താവിനെ മണവാളനായി പഠിപ്പിക്കുന്ന വേദപുസ്തകത്തിൻ്റെ ആ ഒരു ഇമേജറി ഉപയോഗിച്ച് ഒരു പ്രണയിനി പ്രണയിതാവിനെ കാത്തിരിക്കുന്ന ആ കാത്തിരിപ്പിൻ്റെ ഒരു തീവ്രത. കനിവേറും സ്നേഹപിതാവേ, എനിക്ക് എൻ്റെ അപ്പച്ചൻ എന്നെ ഒത്തിരി സ്വാധീനിച്ച ആളാണ്, എൻ്റെ വല്യപ്പച്ചൻ. അദ്ദേഹം ഒരു സ്കൂൾ ഹെഡ് മാസ്റ്ററായിരുന്നു, റിട്ടയർ ചെയ്ത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പച്ചൻ റിട്ടയർ ചെയ്തപ്പോൾ അപ്പച്ചന് സെൻഡ് ഓഫ് കൊടുത്ത കൂട്ടത്തിൽ അപ്പച്ചൻ അവിടെ ഉപയോഗിച്ചിരുന്ന ചൂരവടിയുടെ നല്ല കടലാസിൽ പൊതിഞ്ഞ് അപ്പച്ചന് ഗിഫ്റ്റായിട്ട് കൊടുത്തു. അപ്പച്ചൻ അതുമായിട്ടാണ് വീട്ടിൽ വന്നേ. എന്നിട്ട് അത് മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്ത് എൻ്റെ മണ്ടയ്ക്ക. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നൽകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ, എൻ്റെ അപ്പനോടുള്ളതിനേക്കാൾ അടുപ്പം എനിക്ക് എൻ്റെ വല്യപ്പച്ചനോടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കനിവേറും സ്നേഹപിതാവേ നിൻ തിരുസന്നിധി എന്ന പാട്ടിലേക്കൊക്കെ ദൈവം എന്നെ കൊണ്ടുപോയത്. നയനങ്ങൾ നിറയും നിമിഷങ്ങൾ, അതിനകത്തും അപ്പച്ചനാണുള്ളത്.
ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പച്ചനൊരു നീണ്ട ചാരുകസേരയുണ്ട്, കാലിങ്ങനെ നീട്ടി വെക്കുന്ന ചായ. രാവിലെ മലയാള മനോരമ വന്നാൽ 1 മണിക്കൂർ നേരം ഒരു ഈച്ച പോലും അടുത്തോട്ട് ചെല്ലാൻ പാടില്ല. അത് ഫ്രണ്ട് മുതൽ ബാക്ക് വരെ വായിച്ച് തീർക്കും. ആരും അങ്ങോട്ട് ചെല്ലാൻ പാടില്ല. ഞാനപ്പോൾ ഒന്നൊരു കുഞ്ഞാണ്, 3-4 വയസ്സുള്ളൂ. ഞാൻ ചെന്നിട്ട് അപ്പച്ച എന്നൊക്കെ പറയും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അപ്പച്ചൻ ശ്രദ്ധിക്കത്തില്ല. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യമുള്ള കാര്യം ഞാൻ പറയുന്നു എന്ന് തോന്നിയാൽ ഉടനെ അപ്പച്ചൻ ഈ പത്രം ഇങ്ങനെ അങ്ങോട്ട് മടക്കി പിടിച്ചിട്ട് പറഞ്ഞിടാ മോനെ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് ചെവി ഇങ്ങനെ എൻ്റെ അടുത്തോട്ട് ചായ്ക്കും. ആ ചിത്രമാണ് എന്നെ ആ പാട്ടിൻ്റെ സ്റ്റാൻസായിലേക്ക് പോയത്. എങ്ങനെയത്? അരുമ പിതാവിൻ അരികിലിരുന്നൻ വ്യസനം മുഴുവൻ പറയും ഞാൻ, തിരുച്ചെവി ചായ്ച്ചവനതു കേൾക്കും കരുണാമയനാഥൻ, നയനങ്ങൾ നിറയും നിമിഷം. യെസ്. അപ്പോൾ പിതാവ് എന്ന ഇമേജറിയിലേക്ക് വരാനാണ് ഞാനത് പറയാൻ ശ്രമിച്ചത്. എന്തു നല്ലൊരു സഖി യേശു, വാട്ട് എ ഫ്രണ്ട്. അപ്പം നോക്കുക, ഈ ബന്ധങ്ങളുടെ ഇമേജറിയിൽ വേദപുസ്തകത്തിൽ പാട്ടുകളിൽ എത്ര മനോഹരമായി പ്രണയിതാവ്, പിതാവ്, സ്നേഹിതൻ, ഇതെല്ലാം നമ്മളെ പഴയ പാട്ടുകളിലുണ്ട്. അപ്പം നമ്മൾ അതെല്ലാം നന്നായി ഉപയോഗിക്കുക, നല്ല ഇമേജറീസ്. ഇത് കൂടാതെ പോയറ്റിക്കായിട്ടുള്ള ഇമേജറീസ് ഉപയോഗിച്ചാലും പാട്ടുകൾക്ക് പ്രത്യേകം ശ്രദ്ധ ലഭിക്കും. പക്ഷേ എന്തുകൊണ്ടോ അത് കുറഞ്ഞു പോവാം ഇപ്പോഴത്തെ കാലത്ത്. ഇപ്പം നമുക്ക് ഈ സ്വർഗസിയോനും സമൃദ്ധിയും സന്തോഷവും ദൈവകൃപയും ഉള്ള ഇമേജറീസ് മാത്രമാണ്. ഈ പോയറ്റിക് ഇമേജറീസ്, കാവ്യാത്മകമായ പ്രതീകങ്ങൾ വല്ലാതെ കുറഞ്ഞു പോകുന്നുണ്ട്. കാരണം ഒരുപക്ഷെ ഇത് സ്വീകാര്യമല്ലയോ എന്നൊരു പേടി കൊണ്ടോ മുൻവിധി കൊണ്ടോ ഒക്കെ ആവാം. ഞാൻ ഓർക്കുന്നു, പണ്ട് തരങ്കിണി ദാസേട്ടൻ്റെ ഒരു ഉത്സവ ഗാനങ്ങളെന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്, ഓണത്തിന് ഇറക്കുന്ന പാട്ട്. ഓണക്കാലത്ത് ഇറക്കുന്ന ഉത്സവ ഗാനങ്ങൾ എന്ന് പറയുന്ന ഒരു തരങ്കിണി ആൽബത്തിൽ ONV കുറുപ്പ് സാർ എഴുതിയൊരു പാട്ടുണ്ടായിരുന്നു. എൻ്റെ ഹൃദയം നിൻ്റെ മുൻപിൽ പൊൻതുടിയായി മുഴങ്ങുന്നു. നിങ്ങളിൽ എത്ര പേരത് കേട്ടിട്ടുണ്ടെന്ന് അറിയാം. ഞാൻ അന്ന് ഈ സ്നേഹപ്രകാശം മേടിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഉത്സവഗാനങ്ങൾ മേടിക്കുമായിരുന്നു. അപ്പോൾ അതിൽ സ്റ്റാൻസായിലോട്ട് വരുമ്പോൾ ONV സാറ് പറയുന്നത്, നെറുകയിൽ തിരുമുറിവു ചാർത്തിയ തൊടുകുറിയോടെ, കരപുടങ്ങളിൽ നിറയെ ആണിപ്പഴുതുകളോടെ, ഇവിടെ നിന്നെ കാത്തു നിൽപ്പു മനുഷ്യപുത്രന്മാർ, വരിക സംക്രമപുരുഷനീ രഥചക്രഗാഥയുമായി. മശിഹായെ കണ്ടോ ഇതിൽ? ക്രിസ്തുവിനെ കണ്ടോ ഇവിടെ? നെറുകയിൽ തിരുമുറിവ് ചാർത്തിയ തൊടുകുറിയോടെ, കരപുടങ്ങളിൽ നിറയെ ആണിപ്പഴുതുകളോടെ, ഇവിടെ നിന്നെ കാത്തു നിൽപ്പൂ മനുഷ്യപുത്രന്മാർ. അതുകൊണ്ട് വരിക സംക്രമ പുരുഷ നിൻ രഥചക്രഗാഥയുമായി. ഞാൻ ആ ഉത്സവഗാനം കേട്ടിട്ടപ്പോൾ പറഞ്ഞു, ഇത് ക്രിസ്തീയ ഭക്തിഗാനമാണല്ലോ, ഒന്നാം തരം ക്രിസ്തീയ ഭക്തിഗാനമല്ലേ. എൻ്റെ ക്രിസ്തുവിനെയാണ്, എൻ്റെ കർത്താവിനെയാണ് ONV സാർ അവിടെ വരച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ചത്, ഈ കാവ്യാത്മകമായ ഇമേജറീസ് ഇന്ന് കുറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ മനസ്സിലിരിക്കണം. ബിബ്ലിക്കൽ ഇമേജറീസ് ആൻഡ് നേച്ചറുമായി ബന്ധപ്പെട്ട ഇമേജറീസ്, റിലേഷൻസിൻ്റെ ഇമേജറീസ്, ബന്ധങ്ങൾ, ആൻഡ് പോയറ്റിക് ഇമേജ്. ധാരാളം നല്ല ഇമേജറീസ് ഉപയോഗിക്കാൻ കഴിയട്ടെ നമ്മുടെ ടെക്സ്റ്റിൽ. ഈ സ്രോതസ് എന്ന് പറയാൻ കാര്യം, ഞാൻ എവിടെയോ വായിച്ചു, ഏത് കലയും ബോധമനസ്സിൻ്റെ അല്ല, ഉപബോധ മനസ്സിൻ്റെ കർമ്മമാണ് എന്ന്. ഏത് കലയും ഉപബോധ മനസ്സിൻ്റെ കർമ്മമാണ് എന്ന് വെച്ചാൽ, ബോധമനസ്സിൽ നമുക്ക് കത്തെഴുതാം, കണക്ക് കൂട്ടാം, വഴക്കടിക്കാം. പക്ഷേ ഗാനരചന എന്നത്, അല്ലെങ്കിൽ ഏത് സർഗസൃഷ്ടി കർമ്മവും എന്നത് ഉപബോധ മനസ്സിൻ്റെ കർമ്മമാണ്. അതറിയാതെ സംഭവിക്കേണ്ടതാണ്. പക്ഷേ
ആ ഉപബോധ മനസ്സിൻ്റെ കലവറ നാം നിറച്ചു വെക്കണം. നമ്മുടെ ദൈവാനുഭവം കൊണ്ട്, നമ്മുടെ വേദപുസ്തക വചനബന്ധം കൊണ്ട്, വചനത്തോടുള്ള ആഴമായ അടുപ്പം കൊണ്ട്, അതോടുള്ള പരിചിതത്വം കൊണ്ട്. വചനത്തോടുള്ള പരിചിതത്വം, ദൈവാനുഭവം, ദൈവത്തോടുള്ള ആത്മബന്ധം, ഇതൊക്കെ നൽകുന്ന ഇമേജറീസ്, അനുഭവങ്ങൾ, എക്സ്പ്രഷൻസ്, ഇതൊക്കെ കൊണ്ടൊക്കെ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ കലവറ നിറഞ്ഞിരിക്കുമെങ്കിൽ അറിയാതെ സംഭവിക്കുന്ന ഒരു സർഗാത്മക സൃഷ്ടിയിൽ ഈ നല്ല ഇമേജറീസ് അറിയാതെ സന്നിവേശിപ്പിക്കാൻ തമ്പുരാൻ നമ്മെ സഹായിക്കും. ഈ പഴഞ്ചൊല്ല് എവിടെയോ കേട്ടത് ഓർക്കുന്നുണ്ട്, മുടിയുണ്ടെങ്കിൽ ചായ്ച്ചും കെട്ടാം, ചരിച്ചും കെട്ടാം. നിറച്ച് മുടിയുണ്ടെങ്കിൽ ചായ്ച്ചും കെട്ടാം, അല്ലെങ്കിൽ ചരിച്ചും കെട്ടാം. ഈ കലവറ നിറച്ച അനുഭവങ്ങളും വേദവിചാരങ്ങളും ദൈവാനുഭവങ്ങളും ഉണ്ടെങ്കിൽ നമുക്കത് എവിടെയൊക്കെയോ എപ്പോഴൊക്കെയോ ഉപയോഗപ്രദമായി തീരും. നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഭക്തഹൃദയത്തിൽ നിന്നാണ് ഭക്തിഗാനം ഉടലെടുക്കുക എന്നത്. ആ ഭക്തഹൃദയത്തിൻ്റെ ദൈവബോധം, ദൈവഭക്തി, ദൈവാനുഭവങ്ങൾ അതുകൊണ്ട് ഉള്ളു നിറഞ്ഞിരിക്കട്ടെ. അതുകൊണ്ട് നമ്മളെല്ലാവരും തികഞ്ഞവരാണെന്നല്ല, എല്ലാം സന്തോഷമാണെന്നുമല്ല. സാറ് സൂചിപ്പിച്ചതുപോലെ തീക്ഷ്ണമായ സഹന വഴികളിലൂടെ കടന്നു പോകുന്നവരാവാം നമ്മളൊക്കെ. ചിലപ്പോഴൊക്കെ തോന്നും അത് ദൈവത്തിൻ്റെ ആവശ്യമാണ്, അത് ഇതിൻ്റെ ഒരു റിക്വയർമെൻ്റാണ് എന്നൊരു പക്ഷേ. സഹനമായ തീക്ഷ്ണാനുഭവങ്ങളുടെ തീച്ചൂളയിലൂടെ വാർത്തെടുക്കുന്ന കറകളഞ്ഞ ശില്പങ്ങളായി ആ പാട്ടുകളെ ദൈവം രൂപപ്പെടുത്തും. നല്ല പാട്ടുകൾ കേൾക്കുക, പാട്ടുകൾ കേൾക്കാൻ സമയമെടുക്കുക. ശ്രദ്ധയോടെ കേട്ടാൽ, ഏത് പാട്ട് കേട്ടാലും എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ കിട്ടും. ശ്രദ്ധയോടെ കേട്ടാൽ. ഇപ്പോഴത്തെ നമ്മുടെ യൂട്യൂബിൽ, വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കേൾക്കുന്നത് പോലെ കേൾക്കരുത്. ശ്രദ്ധയോടെ പാട്ട് കേട്ടാൽ ഏത് പാട്ടിൽ നിന്നും എന്തെങ്കിലും ഉൾക്കൊള്ളാനുണ്ടാവും. കവിതകൾ വായിക്കുക. അത് ക്രിസ്തീയ കവിതയെന്നൊന്നുമില്ല, നല്ല കവിതകൾ, നല്ല പദപ്രയോഗങ്ങൾ, നല്ല ഇമേജറീസ്, നല്ല ഭാഷാ ശൈലികൾ ഒക്കെ ഉണ്ടാവാൻ അത് നമുക്ക് സഹായിക്കും. ഒപ്പം വേദപുസ്തകത്തോടുള്ള ആഴമായ ബന്ധം സൂക്ഷിക്കുക, വചന വിചാരം എല്ലായ്പ്പോഴും ഉണ്ടാവുക, ദൈവബോധം നിലനിർത്തുക, ഭക്തഹൃദയം. അവിടെ നിന്ന് നമുക്ക് ഈ പാട്ടിൻ്റെ, ഞാൻ ആ സാഹിത്യത്തെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം കൂടി എഴുതി വെച്ചു. വി നീഡ് ടു കീപ്പ് ഇറ്റ് സിമ്പിൾ ആൻഡ് സേഫ്. പണ്ടാരോ പറഞ്ഞില്ലേ, ഒരു ഭർത്താവ് ദീർഘമായി പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭാര്യ ഒരു നോട്ട് കൊടുത്തയച്ചു, KISS. അദ്ദേഹത്തിന് ഉടനെ കാര്യം മനസ്സിലായി, കീപ്പ് ഇറ്റ് സിമ്പിൾ ആൻഡ് സ്വീറ്റ്. മഹത്തായ ആശയങ്ങളെ ലളിതസുന്ദരമായി പറയുക, അതാണൊരു ഗാനരചയിതാവിൻ്റെ രചന മഹാത്മ്യം. ആൻഡ് ഓൾസോ ലീവ് റൂം ഫോർ മ്യൂസിക്. സംഗീതത്തിൻ്റെ സാധ്യത കണക്കിലെടുത്ത് എഴുതാനും കഴിയുക. കാര്യം ആ വരികളുടെ ഒരു മീറ്റർ, നമ്മൾ എഴുതുന്ന വരികൾ ആ മീറ്ററിലാണെങ്കിൽ, അതുകൊണ്ട് നമ്മൾ ആദ്യം വൃത്തം, ഒരു പാട്ട് എഴുത്തുകാരൻ ഒരു കവിയായിരിക്കണമെന്ന് പറയാൻ കാര്യം ആ വൃത്തത്തിനുള്ളിൽ, ആ മീറ്ററിനുള്ളിലാണെങ്കിൽ പിന്നെ അതിനോട് ഇഴുകിച്ചേരുന്ന സംഗീതം അതിലെ മേലെ ചാർത്താൻ കഴിയും. ദ ഫ്ലോ ഓഫ് വേർഡ്സ്. ഈ പദങ്ങൾ ഉപയോഗിക്കുക, നല്ല പദസമ്പത്ത്, നല്ല ഇമേജറീസ്. ഞാൻ അവസാനിപ്പിക്കാം, അതിനാ ഒരു പക്ഷേ ഞാൻ കൂടുതൽ സമയം ഈ ഫസ്റ്റ് പോയിന്റിലാണ് പറയാൻ ശ്രമിച്ചത്. നമ്മുടെ ഇന്നത്തെ പല പാട്ടുകളും പഴയ പാട്ടുകളും ഒക്കെ എടുത്താൽ ഒരു വലിയ അപകടം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. ഈ ഹ്രസ്വാക്ഷരങ്ങളും ദീർഘാക്ഷരങ്ങളും തമ്മിലുള്ള ഒരു ഡിസേൺമെൻറ്റ് പലപ്പോഴും ഇല്ലാതെ. എന്തുവാ ഹ്രസ്വാക്ഷരം, എന്താ ദീർഘാക്ഷരം? നമ്മൾ പണ്ട് പഠിച്ചില്ലേ, ഗുരു ലഘു, എന്തോ ഒരു മാത്രയാണെങ്കിൽ അത് ഹ്രസ്വാക്ഷരം, ഒരു ദീർഘം കൂടി ഇടുവാണെങ്കിൽ ദീർഘാക്ഷരം. എന്നാൽ ഒരു ഹ്രസ്വാക്ഷരം കഴിഞ്ഞിട്ട് ഒരു കൂട്ടക്ഷരമാണ് വരുന്നതെങ്കിൽ ആ ഹ്രസ്വാക്ഷരം ദീർഘാക്ഷരമായി മാറും. ഇപ്പോൾ തത്ത എന്ന് പറയും. ത എന്നത് ഹ്രസ്വാക്ഷരമാണ്, താ എന്നെഴുതിയാലേ ദീർഘാക്ഷരമാവുള്ളൂ. പക്ഷേ താ കഴിഞ്ഞ് വരുന്നത് ഇത്ത ആണെങ്കിൽ താ ദീർഘാക്ഷരമായിട്ട് മാറും. തത്ത എന്നേ പറയാൻ കഴിയുള്ളൂ. ഇംഗ്ലീഷ് മ്യൂസിക് നമ്മൾ അതിനെ ഡോട്ടഡ് നോട്ട്സ് എന്ന് പറയും. ഇപ്പോൾ ടക് 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 ഒരു ഹാഫ് വാല്യൂഡ് ആഡ് ചെയ്യുക. അപ്പോൾ ഈ ഹ്രസ്വാക്ഷരങ്ങളും ദീർഘാക്ഷരങ്ങളും
അതിൻ്റെ വിനിയോഗം, അതിൻ്റെ ഉപയോഗം, അത് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ പഴയ പാട്ടുകൾ നോക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ യാചന എന്നറിയണം. ഒന്ന് പഠിക്കേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ. പല പള്ളികളിലും പാടുമ്പോൾ ഈ യാചേന എന്ന് പറയുന്ന വാക്ക് എന്തുവാന്ന് പിടികിട്ടിട്ടുണ്ടോ? യാചേന എന്നൊരു വാക്കുണ്ടോ? അല്ലെങ്കിൽ പ്രാർത്ഥേന. അപ്പോൾ നമ്മൾ ഭക്തിയോട് പാടുമ്പോൾ ചിലപ്പോൾ പ്രാർത്ഥേന കേ എന്ന് പാടും. യാചേന നൽ എന്നാ ചെയ്യാൻ പറ്റും? പ്രാർത്ഥന കേ. പ്രാ എന്നുള്ളത് ദീർഘാക്ഷരമാണ്. അത് കഴിഞ്ഞ് വരുന്നതൊരു കൂട്ടക്ഷരവുമാണ്. ചില്ല് കഴിഞ്ഞിട്ടാണ് എങ്കിൽ പോലും. അപ്പോൾ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ. അപ്പോൾ അടുത്തത് യാചന നൽകണമേ. ട്യൂണൊന്നും മാറ്റണ്ട, മറ്റൊരു അപകടമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഹ്രസ്വാക്ഷരം ദീർഘാക്ഷരം ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായ പല പാട്ടുകളും, ഞാൻ ഇതൊക്കെ ഉദാഹരണത്തിന് പറയുന്നതാണ്. ഇതിൻ്റെ രചയിതാക്കളോ അവരുടെ ബന്ധുക്കളോ ഇവിടെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ജീവിതയാത്രക്കാരാ, കാലടികൾ എങ്ങോട്ട്? പഠിക്ക്. ജീവിതയാത്രക്കാരാ. ഈ കാലാടി എന്ന് പറയുന്ന ഒരു സ്ഥലം കേട്ടിട്ടുണ്ടോ? ജീവിതയാത്രക്കാരാ കാലടികളെങ്ങോട്ട്. ഇങ്ങനെ പാടിയാലോ? ഈ സാധു എന്നെ കൈവിടാതെ നാഥനെന്നും. അതിനകത്ത് ആപത്തിയിലും രോഗത്തിലും ഇല്ലേ? അങ്ങനെയാണ് നമ്മൾ പാടുന്നത്. ആപത്തിലും രോഗത്തിലും അവനാണെനിക്ക. ഒരു വലിയ അപകടങ്ങളൊന്നും ഇല്ലാതെ തന്നെ കറക്റ്റ് ചെയ്യപ്പെടാവുന്ന കാര്യങ്ങളത്. ഓൺലി തിങ് ഈസ് നമുക്കിതിനെക്കുറിച്ചൊരു അവയർനെസ് വേണം. ഹ്രസ്വാക്ഷരം എവിടെ, ദീർഘാക്ഷരം എവിടെ? ഇംഗ്ലീഷ് ഹിംസിൽ ഇത് ഇത്രയും പ്രശ്നമല്ല. ക്രിസ്തവൻ സാറിന് അതിൻ്റെ ലിറ്റററി കോണ്ടെക്സ്റ്റിൽ പറയാൻ പറ്റും. ഇംഗ്ലീഷിൽ ഇപ്പോൾ ഖം എന്ന വാക്ക് COME, ഖം. അടുത്തത് ഖാം, CALM, ശാന്തമായി ഖാം. അപ്പോൾ ഖം എന്ന് COME വായിക്കും, ഖാം എന്ന് CALM വായിക്കും. പക്ഷേ ക്രിസ്മസ് കരോൾ സർവീസ് ആരംഭിക്കും നമ്മൾ ഓ ഖാം ഓലിഫേ എന്നല്ലേ പാടുന്നത്, ഓ ഖാം. അപ്പോൾ അവർക്ക് COME ആണെങ്കിലും അവിടെ ഖാം എന്ന് പാടുന്നത് കൊണ്ട് തെറ്റില്ല ഇംഗ്ലീഷ് ഭാഷയിൽ. നമുക്ക് പക്ഷേ അങ്ങനെ ഒക്കത്തില്ല. ദൈവം സഹായിച്ച അതിൻ്റെ മലയാള പരിഭാഷയിൽ വലിയ അപകടമില്ല അവിടെ. വിശ്വാസികൾ. അപ്പോൾ ഈ കാര്യം ഓർമ്മയിലിരിക്കണം പാട്ട് എഴുതുമ്പോൾ. ഹ്രസ്വാക്ഷരം, ദീർഘാക്ഷരം. എന്നാൽ there are exceptions കേട്ടോ. നമുക്ക് തെറ്റു പറ്റാം, നാം മറന്നു പോവാം. ഇനി നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളും ഉണ്ടാവാം ചില കാര്യങ്ങളിൽ, ചില പാട്ടുകളിൽ, ചില വാക്കുകളിൽ. ഈ എൻ്റെ നയനങ്ങൾ നിറയും പാട്ട് ഒരിക്കൽ പിന്നെ ജെറി അമൽദേവ് സാർ കേട്ടിട്ട് എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അച്ചോ അതിനകത്ത് ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ സാറ് കേട്ടിട്ട് പറഞ്ഞു, നയനങ്ങൾ നിറയും നിമിഷങ്ങൾ ഈ പ്രാർത്ഥന നിമിഷങ്ങൾ. ഇങ്ങനെയല്ല ഞാൻ പാടും. അപ്പോൾ സാറ് പറ്റത്തില്ല. ഈ പ്രാർത്ഥനാ നിമിഷങ്ങൾ എന്ന് പാടണമെന്ന് പറഞ്ഞു. പ്രാർത്ഥന എന്ന് പറയല്ലേ, പ്രാർത്ഥന. അപ്പം ഞാൻ സാറേ അടുത്ത വരി, ഹൃദയം ഞാൻ പകരും നിമിഷങ്ങൾ ഈ പാവന നിമിഷങ്ങൾ. അവിടെ പാവന ആണല്ലോ ഉപയോഗിച്ചത്, അതുകൊണ്ട് പാവന നിമിഷങ്ങൾ അതും ചേർന്ന് പോകാനാ പ്രാർത്ഥന. സാറ് കൊണ്ട് പറ്റത്തില്ല. പ്രാർത്ഥനാ നിമിഷങ്ങൾ എന്ന് പാടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി പേര് നമുക്കങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് തെറ്റുപറ്റാം, നമ്മൾ മറന്നു പോകാം, നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും ഉണ്ടാവും. എന്നാൽ ഈ പദങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഈ ഒരു ധാരണ നമ്മളെല്ലാം ഉണ്ടാവണം. വെൻ യു റൈറ്റ് ഡൗൺ ദ ലിറിക്സ്,
മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കാം. ഈ പദപ്രയോഗങ്ങളിൽ തന്നെ നമ്മൾ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലൊക്കെ പഠിച്ചപ്പോൾ വ്യാകരണം പഠിപ്പിച്ചു കൂടുതൽ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ഒക്കെ പഠിപ്പിച്ചിട്ടില്ലേ? മലയാളത്തിൽ അതിനെന്നെ ടീച്ചർ പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ എന്നുള്ളതിന് മലയാള വ്യാകരണത്തിലെ വാക്കെന്താ? പ്രഥമ പുരുഷനാണ്, സ്ത്രീയില്ലേ? പ്രഥമ പുരുഷൻ. ഫൈൻ. സോ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഞാൻ, എനിക്ക്, എൻ്റേത് എന്നൊക്കെ പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ. നീ, നിനക്ക്, നിൻ്റേത് എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സൺ. അവൻ, അവൻ്റേത്, അവന് എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ. എന്നാൽ ഞാനും എനിക്ക് എന്ന് പറയുന്നതിൻ്റെ കൂടെ നമ്മൾ എന്ന് പറഞ്ഞാലും ഫസ്റ്റ് പേഴ്സൺ ഇല്ലേ? വി. പാട്ടുകളിൽ ഉപയോഗിക്കുമ്പോൾ ഇതിലൊരു കോൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. ഫസ്റ്റ് പേഴ്സണിലാണ് പാട്ട് ആരംഭിക്കുന്നതെങ്കിൽ അതിൻ്റെ പല്ലവി പാട്ട് മുഴുവൻ തന്നെ ഫസ്റ്റ് പേഴ്സണിൽ പോകണം എന്ന് എൻ്റെ വിചാരം. പക്ഷേ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഫ്രീഡം ഉണ്ട്. സ്റ്റാൻസ വരുമ്പം സെക്കൻഡ് പേഴ്സണോട് പോയിക്കോ, പ്രോബ്ലം ഇല്ല. പക്ഷേ ഞാൻ ശ്രദ്ധിച്ച ചില പാട്ടുകൾ ഞാൻ പലത് എഴുതി വെച്ചിട്ട് ഇപ്പോൾ ദൈവമേ നീ എൻ്റെ ദൈവം, നിനക്കായി ഞാൻ നോക്കി പാർക്കും എന്ന് വെച്ചാൽ നാം ദൈവത്തോട് നേരിട്ട് പറയുകയാണ്, ദൈവമേ നീ എൻ്റെ ദൈവം. അതേ കാര്യം ദൈവം എൻ്റെ ദൈവം, അവൻ എന്നെ നടത്തും. അതേത് പേഴ്സണ്? നമ്മൾ മറ്റൊരാളോടാണ് പറയുന്നത് ദൈവത്തെക്കുറിച്ച്. മറ്റേത് ദൈവത്തോടാണ് പറയുന്നത്, ദൈവമേ നീ എൻ്റെ ദൈവം. ഇവിടെ പറയുന്നു ദൈവം എൻ്റെ ദൈവം, അവൻ എന്നെ നടത്തും. ഞാൻ സോണിയച്ചനോട് പറയുക, ഇനി ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. ഞാൻ സോണിയച്ചനെ നോക്കി ഞങ്ങൾ ചേർന്ന് നിന്നുകൊണ്ട് പറയാം, ഞങ്ങൾ ഒരുമിച്ച് പറയാം. അതൊരു കോർപ്പറേറ്റ് പ്രൊക്ലമേഷനായിട്ടാണ് പറയുന്നത്. അപ്പോൾ വ്യക്തിപരമായ ഒരു സംവാദം, മറ്റൊരാളോട് പറയുന്ന റിപ്പോർട്ടിങ്, ഒരുമിച്ച് പറയുന്ന ഒരു ഡിക്ലറേഷൻ, മൂന്നുമുണ്ട്. പക്ഷേ പാട്ടിനുള്ളിൽ നമ്മൾ ഇതിലേതെങ്കിലും ഒരു കൺസിസ്റ്റൻ്റായിട്ടുള്ള ഒരു പേഴ്സൺ കീപ്പ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ 2 കാര്യങ്ങൾ, ഹ്രസ്വാക്ഷരങ്ങൾ, ദീർഘാക്ഷരങ്ങൾ, പദങ്ങളുടെ പ്രയോഗത്തിൽ, പദങ്ങളുടെ ഉപയോഗത്തിൽ, ഇമേജറിയുടെ ഉപയോഗത്തിൽ ഹ്രസ്വാക്ഷരം, ദീർഘാക്ഷരം കൃത്യമായി സൂക്ഷിക്കാൻ ശ്രമിക്കുക. പിന്നെ പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ. ഞാൻ എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങൾ പറഞ്ഞെന്നുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം ഇതിനെക്കുറിച്ച്. സോ സാഹിത്യം അല്ലെങ്കിൽ ടെക്സ്റ്റ് അല്ലെങ്കിൽ ദ സോഴ്സ് അല്ലെങ്കിൽ ഉറവ, അവിടെ നിന്നാണ് നമ്മൾ ആരംഭിച്ചത്. അടുത്തത് സംഗീതമാണ്. ഓഫ് കോഴ്സ് ആ ടെക്സ്റ്റ് ആയി ഞാനൊരു ട്യൂൺ വേണം. ഒരു നല്ല ഈണത്തിൻ്റെ ശക്തി അപാരമാണ്, ഒരു സംശയമില്ല. അതിനിപ്പോൾ വരികളില്ലെങ്കിൽ പോലും ചില മെലഡി അങ്ങോട്ട് കേട്ടാൽ, ഇപ്പം നമ്മുടെ ഭാരത സംഗീതത്തിൽ ചില രാഗങ്ങൾ ഹം ചെയ്ത് മൂളിയാൽ മതി, വരികൾ വേണ്ട. ഹംസധ്വനി പോലെയോ ഭൂപാളം പോലെയുള്ള ചില രാഗങ്ങൾ മൂളിയാൽ തന്നെ പ്രഭാതം പൊട്ടി വളരുന്നവർ തോന്നും ഭൂപാള രാഗം മൂളിക്കേൾപ്പിച്ച്. പണ്ട് വായിച്ചിട്ടുണ്ട്, എവിടെയൊക്കെയോ ആളുകളെ കരയിപ്പിച്ചിട്ടുണ്ട്, ആളുകളെ സുഷുപ്തിയിലേക്ക് ആളുകളെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ഒരു രാഗാലാപനം, വരികളില്ല, ബട്ട് സ്റ്റിൽ. അപ്പോൾ അത്തരത്തിൽ ഒരു നല്ല ഈണത്തിൻ്റെ ശക്തി അപാരമാണ്. എന്നാൽ നമ്മൾ എഴുതി വെച്ച ഈ പദങ്ങളുണ്ടല്ലോ, നമ്മൾ എഴുതി വെച്ച ഈ ഇമേജറീസ്, ആ അക്ഷരങ്ങൾക്ക് ഈ ഈണത്തിൻ്റെ ചിറക് കൂടി ലഭിക്കുമ്പോഴോ അത് ഹൃദയാന്തർഭാഗങ്ങളിലേക്ക് പറന്നിറങ്ങുകയാണ്. അതുകൊണ്ട് ഒരു നല്ല ലിറിക്ക്, ആ നല്ല ലിറിക്ക് അതിൻ്റെ യാത്ര ആരംഭിക്കുന്നത് അതിന് ഒരു നല്ല ഈണവുമായൊരു കല്യാണം നടക്കുമ്പോഴാണ്. ഇത് തമ്മിലുള്ള ഒരു സമന്വയം. അതുകൊണ്ട് ഗാനരചയിതാവും സംഗീത സംവിധായകനും തമ്മിലുള്ളൊരു സംവേദനം. ബേബി ജോൺ കലയന്താനിയും പീറ്റർ ചേരാനെല്ലൂരും സഹോദരങ്ങളെ പോലെയാണ്. അവർ അത്തരത്തിലാണ് അവരുടെ ആ ഒരു സംഗീത യാത്ര തുടരുന്നത്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ പലരും പാട്ട് എഴുതി തന്നെ ട്യൂൺ ചെയ്യുന്നവരാണ്. ജോൺസണൊക്കെ അങ്ങനെയാണ് എഴുതുന്നതെന്ന് എനിക്കറിയാം. ഷാജിയെ തമ്പിയും അങ്ങനെ തന്നെ എഴുതുന്നത്. എന്നാൽ ഡോക്ടർ എബ്രഹാം ജോഷുവയുടെ ഒരു സ്പെഷ്യലൈസ്ഡ് സ്കില്ലാണ് അത്, ബ്യൂട്ടിഫുൾ മെലാങ്കളിക് മെലോഡീസ്. വരികൾ എഴുതുന്നതിൽ അതുകൊണ്ട് ദൈവം ഡോക്ടർ ഗീതയ്ക്കാണ് അതിന് കൃപ കൊടുത്തേക്കുന്നത്. അപ്പോൾ ചിലർ സ്മിത കോസ്മേ രണ്ടും ചെയ്യും, എനിക്കറിയാം. നിങ്ങളൊക്കെ വരികളും എഴുതി സംഗീതവും പകരുന്നവർ. ഇത് തമ്മിലുള്ള ഒരു ഇഴുകിച്ചേരൽ
നിർബന്ധമായി സംഭവിക്കണം. എങ്കിൽ മാത്രമേ ആ പാട്ടിനൊരു ജീവൻ ഉണ്ടാവുകയുള്ളൂ, അതിനൊരു ഒഴുക്കുണ്ടാവുകയുള്ളൂ. ചിലപ്പോൾ നമ്മൾ പറയും കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ എഴുതി വെച്ചത് കൊണ്ടാണ്. അങ്ങനെ കടിച്ചാൽ പൊട്ടാത്ത വാക്കെന്നൊരു വാക്കില്ല. ഉണ്ടോ? ഏത് വാക്കും കടിച്ചാൽ പൊട്ടും. പക്ഷേ കടിക്കേണ്ടതുപോലെ കടിക്കണം. അണപ്പല്ലേ വെച്ച് കടിക്കേണ്ട സാധനം മുൻപല്ലേ വെച്ച് കടിച്ചാൽ വാക്കായിരിക്കില്ല പൊട്ടുന്ന, പല്ലായിരിക്കും പൊട്ടുന്നത്. കടിക്കേണ്ടതുപോലെ എന്ന് വെച്ചാൽ കഠിന പദങ്ങൾ എന്നൊന്നില്ല. ആക്ച്വലി അതിൻ്റെ പ്രയോഗത്തിലാണ് അതിരിക്കുക. അത് സ്ഥാനത്തായിരിക്കണം, അസ്ഥാനത്താവരുത്. പ്രയോഗവും അത് കോണ്ടെക്സ്റ്റുവലാവണം. എങ്കിൽ അതിന് പറ്റിയ ഒരു ഈണത്തിൽ അത് ചേർന്ന് പോകാൻ. ഇപ്പോൾ സംഗീതം എന്നത്, അതുകൊണ്ട് എൻ്റെ വിചാരം സാഹിത്യത്തെ പോലെ തന്നെ അത് ടെക്സ്റ്റ്, ലിറിക്, അതിൻ്റെ ടെക്സ്റ്റിനെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എഴുതുന്ന അക്ഷരങ്ങൾക്ക് നല്ല ഈണത്തിൻ്റെ ചിറകുകൾ വയ്ക്കുമ്പോൾ അത് പറന്ന് 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 മനുഷ്യഹൃദയങ്ങളിലേക്ക് സഞ്ചരിക്കുക. ഒരു ട്യൂൺ അല്ലെ ഒരു മെലഡി, അത് നമ്മൾ പാട്ട് സംഘാഗാനമാവണം, അത് കോണ്ടെക്സ്റ്റിലാവണം, കോർപ്പറേറ്റ് സിംഗിങ് ആണ് പ്രാധാന്യമെന്ന് പറഞ്ഞ് തുടങ്ങിയതുപോലെ സംഗീതവും അതുപോലെ തന്നെയാണ്. അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്, ഒരു വർഷിപ്പ് കോണ്ടെക്സ്റ്റിലുള്ള മ്യൂസിക്. ഇപ്പോൾ നമ്മളൊരു ബർത്ത്ഡേ സോങ് പാടുന്നത് പോലെയാണോ ഒരു ഫ്യൂണറൽ വീട്ടിൽ പാടുന്നത്? അല്ലല്ലോ. അപ്പോൾ ഓരോ കോണ്ടെക്സ്റ്റിനും ഒരു മെലോഡി പ്രോട്ടോക്കോളുണ്ട് അതിന് ചേരുന്ന. അപ്പോൾ വിശുദ്ധ കുർബാനയുടെ പാട്ട്, വിശുദ്ധ കുർബാന സെർവ് ചെയ്യുമ്പോൾ പാടുന്ന പാട്ടുകൾ പോലെയുള്ളതല്ലായിരിക്കില്ല സ്തോത്രകാഴ്ചയുടെ സമയത്ത് പാടുന്നത്, അല്ലെങ്കിൽ ഓപ്പണിംഗ് ഹിമ്മിനും. അപ്പോൾ ഗായക സംഘങ്ങളും ഈ തരത്തിലൊക്കെ അതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാവണം, അല്ലേ? പാട്ട് തിരഞ്ഞെടുക്കുമ്പോഴും. ഇപ്പോൾ വിശുദ്ധ കുർബാന സെർവ് ചെയ്യുന്ന സമയത്ത് അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി പാടാറില്ല. വി ലവ് ദാറ്റ് സോങ്. ബട്ട് അപ്പോൾ ഒരു അനുതാപത്തിൻ്റെയും ആത്മാർപ്പണത്തിൻ്റെയും തൻ്റെ ശരീരരക്തങ്ങളെ നമുക്കായി പങ്കുവയ്ക്കുന്ന ക്രിസ്തുവിൻ്റെ ത്യാഗത്തെയും ഒക്കെ അനുസ്മരിക്കുന്ന പാട്ട്. അനുതാപത്തിന് മുമ്പൊരു പാട്ട്, സ്തോത്രക. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സംഗീതത്തിൻ്റെ ഒരു മ്യൂസിക്കിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്, ഞാനത് പറയാൻ കാര്യം എന്നെ വല്ലാതെ സ്വാധീനിച്ച ഒരു ചിന്തയാണത്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഡോക്ടർ എബ്രഹാം ജോഷി ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഈ ഇത്തരത്തിലുള്ള ആദ്യത്തെ കൂടിവരവ് നമ്മൾ തിരുവനന്തപുരത്ത് കൂടിയപ്പോൾ ONV കുറുപ്പ് സാറ് ലിറ്റററി മെസ്സേജ് പറയാൻ വന്നു. മ്യൂസിക്കിനെ കുറിച്ച് പറയാൻ വന്ന് M ജയചന്ദ്രനായിരുന്നു. ഓർക്കുന്നുണ്ട്? ഷാജി ഉണ്ടായിരുന്നു, ജോൺ ജോൺസണും ഉണ്ടായിരുന്നു. യെസ്. അപ്പോൾ M ജയചന്ദ്രൻ അന്ന് സംഗീത സംവിധാനത്തെ കൊണ്ട് വന്ന് തുടങ്ങിയ സമയം ലേലമെന്നോ മറ്റോ പറഞ്ഞു ഒരു പടം, ചന്ത എന്ന് പറഞ്ഞൊരു പടം ചെയ്ത് ഇരിക്കുക, ഫസ്റ്റ് ഫിലിം. അപ്പോൾ അദ്ദേഹം അതൊക്കെ പറയുന്ന എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ അദ്ദേഹം അന്ന് ഞങ്ങളോടൊരു കഥ പറഞ്ഞു. നമുക്കറിയാം 1987 ഇറങ്ങിയ നീ എത്ര ധന്യ എന്ന് പറയുന്നൊരു സിനിമയിലെ ഒരു പാട്ടുണ്ട്, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. ഞാൻ ONV കുറുപ്പ് സാർ എഴുതി, ദേവരാജൻ മാസ്റ്റർ സംഗീതം പറഞ്ഞു, ദാസേട്ടൻ പാടി അനശ്വരമാക്കിയൊരു പാട്ടാണ്. അതെങ്ങനെ ആരംഭിക്കുന്നത് അറിയാമോ? അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചു. ദേവരാജൻ മാസ്റ്റർ എന്തുകൊണ്ടാണ് അത്രയും ലോ നോട്ടിൽ നിന്ന് ആ മെലഡി ആരംഭിച്ചത്? അരികിൽ. കാരണം തൊട്ടടുത്തിരിക്കുന്ന ഒരാളിനോട് പറയുന്ന പോലെ ഉള്ള കാര്യങ്ങളല്ല അത് പറയുന്നത്. അതേസമയം അതിനു മുമ്പ് ഇറങ്ങിയ ഒരു പടമുണ്ട്, മിടുമിടുക്കി എന്ന് പറയുന്നൊരു സിനിമയിൽ അകലേ അകലേ അവിടെ വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഉച്ചസ്ഥായിലുള്ള നോട്ടിലോട്ട് പോയത്? അങ്ങ് അകലെയുള്ള, ഇപ്പം നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാളിനോട് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയുന്നൊരു ടോണുണ്ട്. എന്തുകൊണ്ട് വിശേഷം? അങ്ങ് ദൂരെ നിൽക്കുന്ന എന്തോ ഉണ്ട് എന്ന് വെച്ചാൽ ഈ അരികിൽ അകലെ ഇതിനെ തിരിച്ചറിയാതെ മ്യൂസിക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇത് ജയചന്ദ്രൻ അന്ന് പറഞ്ഞത്, അദ്ദേഹം ദേവരാജൻ മാസ്റ്ററിൻ്റെ അസിസ്റ്റൻ്റായിട്ട് അത് കുറേ വർഷങ്ങൾ വർക്ക് ചെയ്തു. അപ്പം
ദേവരായ മാസ്റ്റർ ചെയ്യുന്നത് കണ്ട് പഠിച്ച കാര്യങ്ങൾ അന്ന് വന്ന് എൻ്റെ മനസ്സിലത് അങ്ങനെ ആഴത്തിൽ അന്ന് എഴുതി വെച്ചു. ഈ പദങ്ങളുടെ വിന്യാസത്തിൽ അതിൻ്റെ കോണ്ടെക്സ്റ്റ് നമ്മുടെ പഴയ പാട്ടുകളൊക്കെ എടുത്താൽ അതുണ്ട്. അതുകൊണ്ടാണ് അത് ശക്തമായിട്ട് കേൾക്കുമ്പം തന്നെ. ഇപ്പോൾ നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ, നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാ. എന്തോ ഒരു സിമ്പിൾ മെലഡിയാണ്, എന്തോ ഒരു സിമ്പിൾ മെലഡിയാണ്. പക്ഷേ നമ്മൾ മരണം വരെ പാടിയാലും നമുക്ക് മതിയാവുകയല്ല. അത് പാവനനാട്ടിടയ പാത കാട്ടുക നാഥ, പാവങ്ങൾ ഞങ്ങളാശ്വസിക്കട്ടെ ദേവനിൻ. പണ്ടൊക്കെ സിനിമകളിൽ നല്ല ക്രിസ്തീയ ഗാനങ്ങളാണ്. ബേബി ജോൺ കലയന്താനി ഇപ്പോൾ അടുത്തിടയ്ക്ക് ഒരെണ്ണം എഴുതിയെന്ന് പറഞ്ഞു. ഇപ്പോൾ വല്ലപ്പോഴും ഒരു ക്രിസ്തീയ പാട്ട് സിനിമകളിൽ കിട്ടുന്നുള്ളൂ. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേ. വരികളും ഈണവും തമ്മിലുള്ള കല്യാണം നടന്ന പാട്ടുകളായിരുന്നു. ശരിയല്ലേ? ഒന്നും മുഴച്ച് നിൽക്കുന്നില്ല, ഒന്നും ചേരാതിരിക്കുന്നില്ല. വരികൾ ഒഴുകി ഇങ്ങ് വരുവാണ് ആ ഈണത്തിലൂടെ. ഇത് സംഭവിക്കണം. നമ്മളെക്കൂടെ തന്നെ പറ്റുന്ന കാര്യമല്ല, ദൈവത്തിൻ്റെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടാണ്, ഒരു സംശയമില്ല. പാട്ടുകളുടെ ഈ പദങ്ങളും ആ പദങ്ങളും ഈണവും തമ്മിലുള്ളൊരു ഒരു ഇണചേരലും ഒരു ഇഴചേരലും അതിനെ ചേർത്ത് വയ്ക്കുന്ന ഒരു ഫ്ലോ. സോ അതാ രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഒഴുക്ക്. സോ ഉറവ, ഒഴുക്ക്, ദ ഫ്ലോ ഓഫ് ദി സോങ്, ആൻഡ് ഫൈനലി ദ താഴ്വര. ഇതെവിടെയാണ് എത്തുന്നത്? ടാർജറ്റ്. ഏത് പാട്ടും എഴുതുമ്പോൾ, ഏത് പാട്ടും സംഗീതം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടാവേണ്ടത് ആരെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്, ഇതെവിടെയാണ് പാടാൻ പോകുന്നത്, ആരാണ് പാടാൻ പോകുന്നത്. ഇപ്പോൾ മാരാമൺ കൺവെൻഷൻ്റെ പാട്ടുകളുടെ സെലക്ഷനിലൊക്കെ അച്ഛനൊക്കെ ഇപ്പോൾ ചെയ്യുമ്പോൾ അച്ഛനതറിയാം. ഓരോ പാട്ടും കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചോദ്യം, ഇതുമായിട്ട് ഞാൻ മണപ്പുറത്തോട്ട് പോയാൽ എങ്ങനെ ഇരിക്കും? അല്ലാതെ ആ പാട്ടിൻ്റെ അപ്പോഴത്തെ റെക്കോർഡിംഗ് ഭംഗിയോ ആ റെക്കോർഡ് ചെയ്ത് വന്നേക്കുന്നതിൻ്റെ ആ പാടിയേക്കുന്നതിൻ്റെ ആലാപന സൗന്ദര്യമോ ഒന്നും നോക്കിയില്ല. ഈ പാട്ട് മണപ്പുറത്ത് ചെന്ന് നിൽക്കുമ്പോൾ, കൊയറിൻ്റെ കൂടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എനിക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? സോ ഈ ടാർജറ്റ്, നമ്മൾ ഈ നദി ഉറവയിൽ നിന്നും അരുവി ഒഴുകി ചെത്തുന്ന താഴ്വര, ആ ടാർജറ്റ് അനുവാചകനെക്കുറിച്ചുള്ളൊരു ദർശനം ആണ് ഏത് ഗാനരചയിതാവിനും എല്ലായ്പ്പോഴും ഉണ്ടാവേണ്ടത്. ഈ ആരാധനയിലെ പാട്ടുകളെക്കുറിച്ചും ഇപ്പോൾ നമ്മൾ വളരെ ഗൗരവമായി ചിന്തിച്ച് തുടങ്ങേണ്ട ഒരു കാലമാണ്. ഈ സബ്ജക്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, എവറി സോങ് ഹാസ് ഗോട്ട് എ സ്റ്റോറി, എവറി സോങ് ഹാസ് ഗോട്ട് എ സ്പിരിറ്റ്. ആ പാട്ടിൻ്റെ ആത്മാവ് നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? സോ ദ കണ്ടൻറ്റ് ഓഫ് ദി സോങ്, ദ മെസ്സേജ് ഓഫ് ദി സോങ്, ഈ എത്തുന്ന അനുവാചകരിലേക്ക് നമ്മൾ പങ്കുവയ്ക്കുന്ന അതിൻ്റെ ഒരു കണ്ടൻറ്റ് വളരെ പ്രധാനമാണ്. ഇത് നിവൃത്തിയുള്ളിടത്തോളം തീമാറ്റിക് ആയിരിക്കാൻ ശ്രമിക്കണം. ഈ തീമാറ്റിക് എന്ന് പറയുമ്പോൾ പാട്ടെല്ലാം ഇപ്പോഴും സബ്ജക്റ്റീവാണ്, ഒരു സംശയമില്ല, ഇല്ലേ? ഞാനും ദൈവവുമായുള്ള സംവാദമാണ്, അല്ലെങ്കിൽ അനുഭവമാണ് പാട്ടായിട്ട് വരിക. അപ്പം ചിലപ്പം ഒരു തീമിൽ നിന്ന് അടുത്ത സ്റ്റാൻസ വരുമ്പോൾ വേറൊരു തീമിലോട്ട് അതിനുള്ള ഫ്രീഡം ഉണ്ട്. ബട്ട് അറ്റ് ദി സെയിം ടൈം നിവൃത്തിയുള്ളിടത്തോളം ഒരു തീം കോൺസിസ്റ്റൻസി പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇപ്പോൾ അനുതാപത്തെക്കുറിച്ചൊരു പാട്ട് എഴുതുവാണെങ്കിൽ എന്താണ് സത്യ അനുതാപം? ആ അനുതാപം എന്തുകൊണ്ടാണ് നാം, ഏത് വിശ്വാസത്തിലാണ് നമ്മൾ അനുദപിക്കുന്നത്? കാര്യം, നാം പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ കരുണാമയനായ ദൈവം ക്ഷമിക്കുമെന്നുള്ള ഉറപ്പ്,
ശരി, അപ്പോൾ ഏറ്റുപറഞ്ഞാൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? അനുദപിച്ച് ഏറ്റുപറഞ്ഞ ഒരാളിൻ്റെ ജീവിതത്തിൽ പിന്നീടുണ്ടാകുന്ന രൂപാന്തരം, നിലപാടുകൾ, ഇങ്ങനെ ആ തീമിനെ തന്നെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് പോകണം. അപ്പോൾ കോറസ് ഒരു അനുതാപ വിഷയമാണ് പറഞ്ഞു വെച്ചിരിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ആൻസായിൽ കർത്താവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് പറയരുത്. വീണ്ടും വരവിനെക്കുറിച്ച് വേറൊരു പാട്ട് എഴുതണം. കീപ് ഇറ്റ് തീമാറ്റിക്, നിവൃത്തിയുള്ളിടത്തോളം ഒരു തീം. ആ തീമിനുള്ളിൽ പാട്ടുകൾ വരും. ആ തീമിൻ്റെ ഒരു കൺസിസ്റ്റൻസി, 1-ാം ചരണം, 2-ാം ചരണം, 3-ാം ചരണം. അപ്പം അനുദപിച്ച പാപി പിന്നീട് ഉണ്ടാവുന്ന രൂപാന്തരമാവണം 1-ാം ചരണം. ആ രൂപാന്തരം എൻ്റെ സഹോദരങ്ങളിൽ വരുത്തുന്ന അനുഗ്രഹമാവണം 2-ാം ചരണം. അതിൻ്റെ സഭയിലുണ്ടാക്കുന്ന ചലനമാവണം 3-ാം. അനുതാപത്തിൽ തന്നെ നിൽക്കുമ്പോൾ ഇങ്ങനെ കീപ് ഇറ്റ് തീമാറ്റിക്. ഞാൻ അവസാനിപ്പിക്കും. ഉറവ, അരുവി, താഴ്വര, ദ സോഴ്സ്, സ്രോതസ്, ഈ വചനാനുഭവവും ദൈവാനുഭവവും തിരുവചനത്തോടുള്ള അടുപ്പവും ദൈവത്തോടുള്ള ആത്മബന്ധവുമാണ്. ഈ ബന്ധങ്ങളിൽ നിന്ന് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ കലവറയെ നിറച്ചു വയ്ക്കുക. ആ ദൈവാനുഭവത്തിൻ്റെ ഇമേജറീസ്, ദൈവാനുഭവത്തിൻ്റെ പദസമ്പത്ത് കൊണ്ട് അത് നന്നായി ഉപയോഗിക്കുക, ആ സ്ഥാനത്ത് ഉപയോഗിക്കുക. ഹ്രസ്വാക്ഷരങ്ങൾ, ദീർഘാക്ഷരങ്ങളെക്കുറിച്ചൊരു ദർശനം ഉണ്ടാവുക, എപ്പോഴും ഒരു ഓർമ്മയുണ്ടാവുക. 2, അതിൻ്റെ പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, അതിനെക്കുറിച്ചും ഒരു കൃത്യമായ ധാരണ ഉണ്ടാവുക. അപ്പോൾ കുറച്ചുകൂടി അടുക്കും ചിട്ടയുമുള്ള പാട്ടുകളുണ്ടാവും. പക്ഷേ ഇത് ഞാനീ പറഞ്ഞത് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ മാത്രം ചെയ്യരുത്. ചെയ്താൽ ഇതൊരു വളരെ മെക്കാനിക്കലായിപ്പോവും. ഇതൊരു അക്കാഡമിക് ഇൻട്രസ്റ്റ് മാത്രമല്ല, ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ചുമ്മാതെ തമ്പുരാൻ്റെ മുമ്പിൽ കൈ നീട്ടിയിരിക്കുക. അല്ലെങ്കിൽ ഇതൊരു ഏച്ചു കെട്ടിയ പാട്ടുകൾ പോലെ ആയിപ്പോവും. ഇന്ന് തന്നില്ലേലും വേണ്ട, പ്രശ്നമില്ല. ഇല്ലേ, ഇന്ന് പാട്ട് എഴുതിയേ പറ്റുമെന്ന് നമുക്കൊരു നിർബന്ധവും ഇല്ലല്ലോ. കണ്ണ് അടച്ച് കരഞ്ഞു വിളിച്ച് വെറുതെ ഇരിക്കുക. തമ്പുരാൻ തരും അവിടുത്തെ നാം മഹത്വപ്പെടാനായിട്ട്. ഈ എൻ്റെ പാട്ടുകൾ ഞാൻ കണക്ക് കൂട്ടി നോക്കുക, 15 പാട്ടുകളോ മറ്റോ മാരാമൺ കൺവെൻഷനിൽ എൻ്റെ ആയുസ് കൊണ്ട് മുഴുവൻ കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്. ബേബി ജോൺ സാറിൻ്റെ 4000 എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ തമ്പുരാനെ അതുപോലെ ഡോക്യുമെൻ്റഡ് ആയിട്ടുള്ള പാട്ടുകൾ എടുത്താലും ഒരു 100-ൽ പരം പാട്ടുകളെ എൻ്റെ കയ്യിൽ രേഖകളുള്ളൂ. മേ ബി ഒത്തിരി യൂത്ത് കോൺഫറൻസുകളുടെയൊക്കെ തീം സോങ്സും ഒക്കെ എഴുതിയിട്ടുണ്ടാവും. അതൊന്നും എവിടെയാണെന്നും അറിയത്തില്ല. എന്നാൽ 100-ലധികം പാട്ടുകൾ എൻ്റെ ഡയറിയിൽ ഡോക്യുമെൻ്റഡ് ആയിട്ടുണ്ട്. ഈ 15 പാട്ടുകളിൽ ഒന്നും ഞാൻ കാത്തിരുന്ന് അതിനുവേണ്ടി നിർബന്ധം പിടിച്ചു മേടിച്ചതൊന്നുമല്ല. ആദ്യത്തെ പാട്ട്, ആശ്വാസദായകനായ എനിക്ക് അരികിലുണ്ട്, എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്ത. ഫസ്റ്റ് സോങ് മാരാമണ്ണ് കൊടുത്ത സോങ് അതാണ്. പിന്നീട് ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ കനിവേറും സ്നേഹപിതാ, അനുതാപത്തെക്കുറിച്ച് എഴുതാൻ ജോർജ് അലക്സാണ്ടർ തന്ന ഇൻസ്പിറേഷൻ. നമ്മുടെ പാട്ടുകൂട്ടം ശില്പശാലയിൽ ONV സാറ് പറഞ്ഞ M. തോമസ്, നമ്മുടെ റിട്രീറ്റ് സെൻ്ററിൽ വെച്ച് കൂടിയ പാട്ടുകൂട്ടത്തിൽ പ്രൊഫസർ M. തോമസ് മാത്യു, കളമശ്ശേരി ഇടവകമായ മലയാളത്തിലെ ഏറ്റവും ആദരണീയനായ സാഹിത്യ നിരൂപകൻ സാറായിരുന്നു അന്ന് ഒരു ക്ലാസ് എടുത്തത്. അപ്പോൾ സാറ് പറഞ്ഞ ഒരു സംസ്കൃത ശ്ലോകമാണ് എനിക്ക്, എല്ലാം ദാനമല്ലേ, ഇതൊന്നും എൻ്റേതല്ല, അതിലോട്ട് കൊണ്ടുപോയത്. ഈ പാട്ട് പൂർത്തിയായിട്ട് ഞാൻ ആദ്യം ചെയ്തത് ഞാൻ തോമസ് മാത്യു സാറിനെ വിളിച്ചു. സാറ് പറഞ്ഞ ആ ഇല്ലസ്ട്രേഷൻ, അത് ഏതോ ഈ ഭാരതത്തിലെ ഹോമാഗ്നി തെളിയിക്കുന്ന ബ്രാഹ്മണ സന്യാസിമാർ ഈ ചതുരത്തിൽ ഇഷ്ടിക വെച്ചൊരു അടുപ്പുണ്ടാക്കി അതിൽ തീ അണച്ചിട്ട് ചുറ്റിനും ഇരുന്ന് കർപ്പൂരം, നെയ്യ് ഇങ്ങനെ ഓരോന്ന് അതിലോട്ട് നിവേദിക്കുമ്പോൾ ചൊല്ലുന്ന ഒരു സംസ്കൃത ശ്ലോകം. സാർ ആ ശ്ലോകം ചൊല്ലി ഞാനത് ഓർക്കുന്നില്ല. അതിൻ്റെ മീനിങ് പറഞ്ഞു, ഈ നെയ്യ് അർപ്പിക്കുന്ന കൈ എൻ്റേതല്ല, ഈ കർപ്പൂരം അണയ്ക്കുന്ന ശരീരം എൻ്റേതല്ല, ഇങ്ങനെ അർത്ഥം വരുന്നു. അപ്പോൾ അത് ഹൃദയത്തെ സ്പർശിച്ചതിലൂടെയാണ്
എല്ലാം എല്ലാം ദാനമല്ലേ എന്നെഴുതിയത്. എല്ലാ പാട്ടുകൾക്കും അങ്ങനെ ഒരു തുടക്കമുണ്ടാവും ഇല്ല, എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കഥകൾ അങ്ങനെ പറയാനുണ്ട്. ഈ എല്ലാ ജീവിതാനുഭവങ്ങളുടെ പിറകിലും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു അതിശയമുണ്ട് എന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ട്, അനുഭവങ്ങളിലെല്ലാം അതിശയങ്ങൾ കരുതി വച്ചു, അനുഗ്രഹങ്ങളിലെല്ലാം അവസരങ്ങൾ തുറന്നു തന്നു. സാറ് 2-3 പ്രാവശ്യം ഇല്ലായ്മ വല്ലായ്മ എന്നുപയോഗിച്ചപ്പോൾ ഞാൻ ഓർത്തയോ, എൻ്റെ ഇല്ലായ്മയിൽ എനിക്കെല്ലാം ഒരുക്കുന്ന നല്ലൊരു ദൈവമവൻ, എൻ്റെ വല്ലായ്മയിൽ എന്നും എന്നോട് കൂടെ ഇമ്മാനുവേലായവൻ. ഞാൻ ആ പാട്ട് എഴുതിയപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞോടോ, ഈ വല്ലായ്മ എന്ന് പറയുന്ന വാക്കൊന്നും ഇപ്പോഴത്തെ കാലത്ത് ആരും പാട്ടിലൊന്നും ഉപയോഗിക്കില്ല, അത് കട്ട് ചെയ്യുക പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് കട്ട് ചെയ്യാൻ ഒക്കത്തില്ല, കാരണം ഞാൻ ഐ ആം സോറി, ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ നോസിയ ഫീലിംഗ് മാനേജ് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് അതായിരുന്നു. മുടി പോയതോ മീശ പോയതോ തല പോയാലും പ്രശ്നമില്ല, നോസിയ മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ വല്ലായ്മ വരുമ്പോൾ എൻ്റെ അപ്പോൾ ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ബാക്കിയെല്ലാം ഞാൻ സഹിച്ചോളാം, എനിക്ക് ഈ വൊമിറ്റിംഗ് സെൻസേഷൻ. അപ്പോൾ അതിനകത്ത് എനിക്കൊരു ടാബ്ലറ്റ് തന്നു. എല്ലാ റേഡിയേഷൻ സെഷന് പോകുന്നതിനും 1/2 മണിക്കൂർ മുമ്പ് അത് കഴിച്ചിട്ട് വരാൻ, എന്നാ പാൻറ്റോപ്പ്. സോ ഐ എം ഫൈൻ. അപ്പം ഞാൻ പറയാൻ വന്നത്, ഞാൻ എഴുതിയപ്പോൾ എൻ്റെ വല്ലായ്മയിൽ എനിക്ക് തമ്പുരാനല്ലാതെ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ വല്ലായ്മ എന്നുള്ള വാക്ക് നഷ്ടപ്പെടുത്താൻ ഒക്കത്തില്ല എന്നാണ് പറഞ്ഞു. എൻ്റെ ഇല്ലായ്മയിൽ എനിക്കെല്ലാം ഒരുക്കുന്ന നല്ലൊരു ദൈവമവൻ, എൻ്റെ വല്ലായ്മയിൽ എന്നും എന്നോട് കൂടെ ഇമ്മാനുവേലായവൻ, അനുഭവങ്ങളിലെല്ലാം അതിശയങ്ങൾ കരുതി വച്ചു. എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾക്കിതല്ലാതെ ഒന്നുമില്ല പറയാൻ. ഞങ്ങൾ കടന്നുപോയ ക്യാൻസർ രോഗത്തിൻ്റെ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളുടെ പുറകിലും ദൈവം ഒളിപ്പിച്ചു വെച്ച അവൻ്റെ കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും ദൈവിക പദ്ധതിയുടെയും അതിശയം എങ്ങനെ പറയാതിരിക്കുന്നത്? അതുകൊണ്ട് ദൈവത്തിൻ്റെ നല്ല ദാനങ്ങളെ സ്വീകരിപ്പാൻ നമുക്ക് കാതോർത്തിരിക്കാം. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല എന്ന പാട്ടും നമ്മളിപ്പോൾ അതും ഇത്തരത്തിൽ ദൈവത്തിൻ്റെ ഒരു അതിശയം മാത്രമാണ്. ആ പാട്ടിനെ എടുത്ത് നോക്കിയാൽ ഒന്നുമില്ല അതിനകത്ത്. ഇറ്റ് ഈസ് ജസ്റ്റ് അനദർ ഓർഡിനറി സിമ്പിൾ സോങ്. വരികളിലോ സംഗീതത്തിലോ ഒന്നും പ്രത്യേകതകളൊന്നും പറയാനില്ല. പക്ഷേ ദൈവം തമ്പുരാൻ അതിനൊരു പദ്ധതി ഇട്ടപ്പോൾ, ദൈവം അതിനെ ഉപയോഗിക്കാൻ ആരംഭിച്ചപ്പോൾ, ദൈവം അതിനെ ഉപയോഗിക്കാൻ സ്വീകരിച്ചപ്പോൾ അത് കർത്താവിൻ്റെ കരങ്ങളിലാണ് എന്ന് മാത്രമേ ഉള്ളൂ ആ പാട്ടിനും. അതുകൊണ്ട് ഈ ഒരു ഗോഡ് എക്സ്പീരിയൻസിൻ്റെ സ്റ്റോറിയാണ് പറയാനുള്ളത്. നമുക്കതിൻ്റെ 4 വരി എല്ലാവരും കൂടെ ഒരുമിച്ച് പാടി സി മേജർ അല്ലേ, എല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ കൂടെ പാടാം. ലെറ്റ് us sing it loud voice. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അവിടെ തന്നരികെ അവനുള്ളതാ ഒരു മഴയും
മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥൻ്റെ സമ്മാനമാ. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥൻ്റെ സമ്മാനമാ. എൻ ജീവിതത്തിന് നന്നായി വരാനായി എൻ പേർക്കു താതൻ ഒരുക്കുന്നതാ. എൻ ജീവിതത്തിന് നന്നായി വരാനായി എൻ പേർക്കു താതൻ ഒരുക്കുന്നതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലസ്. തമ്പുരാൻ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.